പക്ഷെ കൊള്ളാം, ഒരു വൺ ടൈം വാച്ച്, ഡീസൻറ്റ് വാച്ച് പടമാണ്. ലിയാം നെസിൻ്റെ ടേക്കൺ പോലെയൊക്കെ ഉണ്ട്. പൈസ കൂടെ വരും, നല്ല മേക്കിംഗ് ആയിരുന്നു. നമ്മൾ പ്യോർ ആക്ഷൻ പടം പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് കിട്ടില്ല. വളരെ ഹൈപ്പോടുകൂടി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ മൂവിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പം കാണാം. നമ്മൾ പ്യോർ ആക്ഷൻ പടം പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് കിട്ടില്ല. പക്ഷെ കൊള്ളാം, ഒരു വൺ ടൈം വാച്ച്, ഡീസൻറ്റ് വാച്ച് പടമാണ്. അതിനപ്പുറം ഒന്നുമില്ല, ഡീസൻറ്റ് വാച്ചാണ്. മ്യൂസിക്കൊക്കെ നൈസായിട്ടുണ്ട്. നമ്മൾ മെയിൻലി ഒരു വാച്ചബിൾ ഒരു ഡ്രാമ ത്രില്ലർ ആ ഒരു സംഭവം പ്രതീക്ഷ വന്നാൽ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓവറോൾ ഒരു ഹൈപ്പിനത്തില്ല, ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ പടം. കുറച്ചുകൂടെ ഒന്ന് സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കയറി പോകേണ്ട പടമാണ്. കാരണം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണ്. ഫസ്റ്റ് പടം എന്നുള്ള രീതി വെച്ചപ്പോൾ നല്ല പെർഫോമൻസ് ആണ് പുള്ളിയുടെ. പക്ഷേ നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇമോഷനാണ്. ആക്ഷൻ ഉണ്ട്, പിന്നെ വിദേശത്താണ് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ പിന്നെ ഇത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിൽ ഒരുപാട് ജോമോൻ ജോണിൻ്റെ ക്യാമറയൊക്കെ കൊള്ളാം. നായികമാർ രണ്ടുപേരും നോബിളായാലും ട്രൈ ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയാൻ കാണുന്ന പ്രേക്ഷകന് ഒരു ഫീലിംഗും കിട്ടുന്നില്ല. ഒരു ഫ്ലാറ്റ് പടം, ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എന്താ പറയുക, ഏകദേശം തിരേൻ്റെ അതേ വർഷം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. വിനീതിൻ്റെ ഒരു പടം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇമോഷൻ വർക്കാവും, അല്ലെങ്കിൽ തമാശകൾ വർക്കാവും, എന്തെങ്കിലുമൊക്കെ വർക്കാവും. ഇതിൽ കുറച്ചൊരു ആശ്വാസം ഷാജോൻ്റെ കുറച്ച് സീന് കൊള്ളാം, മനോജ് കെ ജയൻ, പിന്നെ ബാബുരാജ്. കാരണം 2 മണിക്കൂർ 10 മിനിറ്റ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എത്രയോ 2.5 മണിക്കൂറിന് മുകളിൽ കണ്ട പോലെ ഒരു ഫീലൊക്കെ ഉണ്ടായി. പക്ഷേ കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ നന്നായിട്ട് എത്തിയേണ്ട ഒരു പടമാണ്. ലിയാം നെസിൻ്റെ ടേക്കൺ പോലെയൊക്കെ ഉണ്ട്. പൈസ കൂടെ വരും, നല്ല മേക്കിംഗ് ആയിരുന്നു. വളരെ സെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നത്. കരം നല്ല മൂവിയാണ്. നമുക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ട് മൊത്തത്തിൽ മേക്കിംഗ് എല്ലാം വന്നിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ഇത്തിരി ഇതായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ട്. മേക്കിംഗ് ഗംഭീരം. ഒരു വിനീത് ശ്രീനിവാസനെ വിശ്വസിച്ച് നമുക്ക് വരാം. ടെക്നിക്കലി പടം കൊള്ളാം. പിന്നെ വിനീത് ശ്രീനിവാസൻ ഫിലിമായിട്ട് നമുക്ക് തോന്നുന്നു കൊള്ളാം, നല്ല രസമുണ്ട് കണ്ടി. എന്തായാലും പക്ഷേ എന്തോ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല പടം കണ്ടു കഴിഞ്ഞാൽ.